ഇതാണ് കളമലപ്പള്ളി. എൻ്റെ നാട്ടിലെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. പണ്ടൊക്കെ ഇവിടുത്തെ ഉത്സവത്തിന് പോകുമ്പോൾ വീട്ടിലെ കത്തി, പാത്രം, ചേമ്പ്, ചേന അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും അമ്മ വാങ്ങുമായിരുന്നു. അതൊക്കെ പോട്ടെ, നാട്ടിൽ വന്ന ശേഷം ഞങ്ങൾ ആദ്യം പോകുന്നത് വൈഫിൻ്റെ വീട്ടിലേക്കാണ്. സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടികളെ നമ്മൾ സമ്മതിക്കണം കേട്ടോ, അല്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മറ്റൊരു വീട്ടിലേക്ക് വന്ന് ഇങ്ങനെ നിൽക്കുന്നതിനെ ആരാണോ ഇങ്ങനെ മാറി നിൽക്കണം എന്നുള്ള പരിപാടിയൊക്കെ കണ്ടുപിടിച്ചത്? പക്ഷെ കാലമൊക്കെ മാറിയോണ്ടെന്നറിയില്ല, ഒരുപാട് ആൾക്കാർ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാ ചോദിക്കും, നിനക്കങ്ങ് മാറി ചിന്തിച്ചൂടേന്ന്. പക്ഷേ സത്യം പറയാലോ, എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ മാറി നിൽക്കുന്നതൊക്കെ. അതിനൊരു കാരണം കൂടിയുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. പറഞ്ഞു തീരും മുമ്പ് തന്നെ പൊന്നിൻ്റെ വീടെത്തി. ഞങ്ങൾക്ക് വണ്ടി ഓടിച്ച് കയറാൻ വേണ്ടിയാണ് ഈ ഗേറ്റൊക്കെ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത്. വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടത് അളിയൻ്റെ ഈ കാർ കളക്ഷനാണേ. കൊള്ളാമല്ലേ, രസമുണ്ട്. സമയം 2 മണിയായി, നേരെ ഫുഡിലേക്ക്. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്നേതോ ഋതുഭാവങ്ങൾ. നിറമേഴിൻ തുമ്പത്ത് സ്വരമേള തിരയാട്ടം. മാറിക്കാർ മുഖം മാറിൽ ചാർത്തിയിടും മാനം പൂമാനം. അങ്ങനെ ഉച്ചയൂണ് കഴിഞ്ഞു. ഇനി നീണ്ടു നിവർന്നത് അപ്പോഴാണ് പൊന്നു ചോക്ലേറ്റ് കൊണ്ടുവരുന്നത്. ചെറിയൊരു ചോക്ലേറ്റിൻ്റെ പെട്ടി. ഇതൊക്കെ കാണുമ്പോൾ അറിയാണ്ട് എൻ്റെ ഷുഗർ കട്ടൊക്കെ അങ്ങും. ഈ ചോക്ലേറ്റ് കൊള്ളാട്ടോ, ഒരുപാട് മധുരമില്ല, പക്ഷെ രസമുണ്ട്. നമ്മുടെ ആളിയൻ ഇപ്പോൾ പോകുന്ന വഴിയൊക്കെ ഒടുക്കത്തെ മണമാണ്. ഇതാണ് ആ പെർഫ്യൂം. അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സാധനം. പക്ഷേ ഇതിൻ്റെ പേരറിയില്ല. ഇത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ആ പെർഫ്യൂം ഒന്ന് വാരി പൂശി എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. നല്ല മഴയുണ്ട്, പക്ഷെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ മാമി കുറച്ച് കേക്കൊക്കെ തന്നു. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ എനിക്ക് വൈഫിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമാണെന്ന്. അതെന്താണെന്നറിയാമോ? നമ്മൾക്ക് കിട്ടുന്ന ഈ കൺസിഡറേഷനാണ്. ആ കൺസിഡറേഷൻ തിരിച്ച് പെൺകുട്ടികൾക്ക് ആണുങ്ങളുടെ വീട്ടിൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഭൂരിഭാഗം വീട്ടിലും അതില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് കൂടിയാണ് മുമ്പേ ഞാൻ പറഞ്ഞത് പെൺകുട്ടികളെയൊക്കെ നമ്മൾ സമ്മതിക്കണമെന്ന്. അങ്ങനെ കാര്യം പറഞ്ഞിരുന്ന് സമയം പോയതറിഞ്ഞില്ല. എന്തൊക്കെയോ പൊതിഞ്ഞു കെട്ടി ദേ അവൾ വരുന്നുണ്ട് ഗൈസ്. അത് പിന്നെ പെൺകുട്ടികൾക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, സ്വന്തം വീട്ടിൽ നിന്ന് വരുമ്പം എന്തെങ്കിലുമൊക്കെ പൊതി കാണും കയ്യിൽ. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.